എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധരുടെ നിഗൂഢമായ മറ്റൊരു അജണ്ടയാണ് സീറോ മലബാർ സഭയുടെ സ്വയാധികാരം തകർക്കുക എന്നുള്ളത്. ആഗോള കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ വലിയ വ്യക്തി സഭയായ സീറോ മലബാർ സഭയുടെ വളർച്ചയെ സംബന്ധിച്ച കൃത്യമായ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയത്. പാത്രിയാർക്കൽ സഭ എന്ന തലത്തിലേക്ക് വളരുവാനായി സഭയ്ക്ക് മുന്നിൽ യാതൊരു തടസ്സങ്ങളും നിലവിലില്ലാതിരുന്ന സാഹചര്യത്തിലാണ് സഭയുടെ തലവനെതിരെ ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് തുണ്ടുഭൂമി വിവാദമുയർത്തി സീറോ മലബാർ സഭയുടെ സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവിധ കാനോനിക സമിതികളുമായി മതിയായ ചർച്ചകൾ നടത്തിയ കച്ചവടത്തെ വിവാദമാക്കിക്കൊണ്ട് ഇത് പരിശുദ്ധ സിംഹാസനത്തിന്റെ മുമ്പിൽ വളരെ ആസൂത്രിതമായ രീതിയിൽ സുനഹദോസ് വിരുദ്ധർ എത്തിക്കുകയായിരുന്നു. തീർത്തും സഭാവിരുദ്ധമായ അവർ നടത്തിയ പ്രഖ്യാപനങ്ങളും സമരങ്ങളും സബ് ടൈറ്റിലോടുകൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. വത്തിക്കാൻ രാജ്യത്തിന്റെ നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്തിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായ ഇപ്പോഴത്തെ ഫരീദാബാദ് മെത്രാൻ അന്താരാഷ്ട്ര തലത്തിൽ സീറോ മലബാർ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ ഒരു മെത്രാപ്പോലീത്ത എന്ന നിലയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധർ നടത്തിയ സഭാ വിരുദ്ധതയ്ക്ക് പൊതുസമൂഹത്തിൽ അദ്ദേഹം ചെലുത്തിയ നിശബ്ദത ദുരൂഹമായിരുന്നു. മാത്രമല്ല, പിന്നണിയിൽ ആവുന്നത്ര പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാക്കപ്പെട്ട കാര്യവുമാണ്. മെത്രാന്മാരുടെ സംഘാത്മകതയെ തകർക്കുവാൻ മുന്നിൽ നിന്നു എന്നത് നാം ചർച്ച ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിൽ പരം എന്ത് തെളിവാണ് സഭയുടെ സംവിധാനത്തെ തകർക്കുവാൻ അദ്ദേഹം ശ്രമിച്ചതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക? പ്രധാനമായും ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലൂടെ സീറോ മലബാർ സഭയുടെ വളർച്ചയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമല്ല, വിശുദ്ധ കുർബാനയുടെ ഏകീകരണ രീതിയുമായി ബന്ധപ്പെട്ട സഭയുടെ സുനഹദോസിനെയും സഭയിലെ മെത്രാപ്പോലീത്തമാരെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയെ പോലും അറിയിക്കാതെ മെത്രാപ്പോലീത്തൻ വികാരിയായിരുന്ന മാർ ആന്റണി കരിയിൽ റോമിൽ പോയി മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സഭയുടെ പൊതു തീരുമാനത്തെ അട്ടിമറിച്ചത് നാം കണ്ടതാണ്. ഒരു സ്വയാധികാര സഭ എന്ന നിലയ്ക്ക് സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സഭയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കുവാൻ സീറോ മലബാർ സഭയുടെ മുൻ തലവനും പിതാവുമായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് പരമാവധി ശ്രമിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾക്ക് തനിക്ക് ചെയ്യാവുന്നതായ മുഴുവൻ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയെന്ന് നിസ്തർക്കമായി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചാൽ മനസ്സിലാവുന്നതുമാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തരം പ്രശ്നങ്ങളെ ആഗോളതലത്തിൽ ചർച്ചയാക്കി സഭയുടെ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുവാനും അട്ടിമറിക്കുവാനും ഇപ്പോഴുള്ളവരും പരിശ്രമിക്കുന്നുവെന്ന് വിലയിരുത്തുമ്പോൾ സഭയുടെ ഔദ്യോഗിക അധികാരങ്ങളും സുനഹദോസ് വിരുദ്ധരും ഒരുപോലെ സീറോ മലബാർ സഭയുടെ സ്വത്വബോധത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയേണ്ടി വരുന്നത് വേദനയോടെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സുനഹദോസ് വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായ ആരാധനാക്രമ ഏകീകരണം അതിന്റെ പൂർണ്ണതയിൽ നടപ്പാക്കാതെ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നവരോടുള്ള ഇപ്പോഴത്തെ അധികാരികളിൽ ചിലരുടെ നിലപാട് സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവകളാണെന്ന തരത്തിൽ തന്നെ തോന്നിപ്പോവുകയാണ്. കത്തോലിക്ക സഭയുടെ കാനൂൻ നിയമപ്രകാരം പൗരോഹിത്യം സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ സമ്മതപത്രം എഴുതി കൊടുക്കുക എന്ന രീതി സഭയിലുണ്ട്. എറണാകുളത്ത് നിലവിലുള്ള വൈദികരിൽ ഭൂരിപക്ഷവും സഭയെ അനുസരിക്കാത്ത വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയോട് സഹകരിക്കാതെ വന്ന സാഹചര്യത്തിലാണ് പുതുതായി പട്ടമേൽക്കുന്ന ആളുകൾ കൊടുക്കേണ്ട സമ്മതപത്രത്തിന്റെ ചർച്ച പൊതുമണ്ഡലത്തിൽ ഉണ്ടായത്. അതേതോ പുതിയ സംഭവമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കുവാൻ സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ശ്രമിക്കുന്നുവെന്നുള്ളതും ഇപ്പോഴും നടന്നിട്ടില്ലാത്ത എറണാകുളം ഡീക്കന്മാരുടെ പട്ടം നടത്തുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പരിശ്രമിക്കാതെ അക്കാര്യം മുഴുവൻ റോമിന്റെ കോർട്ടിലേക്ക് തട്ടിവിടുന്ന തരത്തിലാണ് പല പ്രസ്താവനകളും പുറത്തു വരുന്നത്. പൗരസ്ത്യ സഭകളുടെ കാനൂന പ്രകാരം ഒരു പാത്രിയാർക്കൽ സഭയുടെ പദവിയുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായ സീറോ മലബാർ സഭയ്ക്ക് സഭയ്ക്കുള്ളിൽ തന്നെ ഇത്തരം അനുസരണത്തിലേക്ക് ഡീക്കന്മാരെ എത്തിക്കാമെന്നിരിക്കെ സഭയുടെ ഭരണക്രമത്തെ വീണ്ടും റോമിന് അടിയറ വെക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് സീറോ മലബാർ സഭയുടെ കൂരിയായിൽ ജോലി ചെയ്യുന്ന സ്വത്വബോധമില്ലാത്ത ചിലർ പരിശ്രമിക്കുന്നുവെന്ന് പറയേണ്ടി വരുന്നത് വളരെ ഖേദത്തോടെയാണ്. അടിമത്വം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് വേറെ എന്തു പറയാനാണ്?